CBSE 10ൽ പഠിക്കുന്ന എല്ലാ മക്കളോടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ 9ാം ക്ലാസ്സിൽ നിന്നും 10ാം ക്ലാസ്സിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാനും കോണ്ടന്റ് നിങ്ങൾക്ക് കൂടുതലാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ? അതിപ്പോൾ കുറച്ച് മാസങ്ങളായി നമ്മളിപ്പോൾ കുറേ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ച് പോരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വലിയ പ്രശ്നമല്ല, ഞാൻ ഒരു ട്രാക്കിലേക്ക് ആയിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന മക്കളുണ്ടായിരിക്കും. അതുപോലെ തന്നെ അടുത്ത മക്കൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടഫായിരുന്നു. കുറച്ച് ചാപ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. എങ്ങനെയാണ് എനിക്ക് നല്ലൊരു മാർക്ക് വാങ്ങിക്കേണ്ടതെന്ന് അറിയില്ല അല്ലേ? എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇതൊന്ന് അല്ലെങ്കിൽ ടേം എക്സാംസ് ഒക്കെ വരുമ്പോഴേക്കും എനിക്ക് ഈ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ച് എങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല എന്ന് പറയുന്ന മക്കളുണ്ടായിരിക്കും. സോ ഈ രണ്ട് പേരോടും മിസ്സിന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്ലാസ് 10 എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ CBSEയിലെ 10th റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? നമുക്ക് പ്രൗഡായിട്ട് റിസൾട്ട് പറയാൻ നമുക്ക് പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നന്നായിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് പഠിച്ചു പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ആദ്യം നമുക്ക് ഭയങ്കര ടഫായിരുന്നു, പിന്നീട് അത് ഈസി ആയിട്ട് മാറിയെന്ന് പറയുന്ന കുട്ടികളിൽ പല ആൾക്കാരും അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പ്രോപ്പറായിട്ടൊരു കോച്ചിങ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ചുകളിലായിരിക്കാം, അല്ലെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ടൊരു എക്സ്ട്രാ കോച്ചിങ് എടുക്കുന്ന കുട്ടികൾക്കാണ് പിന്നീട് അത് അത്യാവശ്യം പ്രശ്നമില്ലാണ്ട് വരുന്നുണ്ടാവുക. മോസ്റ്റ് എല്ലാവരെയും ഞാൻ പറയുന്നില്ല. ആൻഡ് ഈ എന്താ പറയുക, കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യുന്ന മക്കൾ സ്കൂളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ സെൽഫായിട്ടുള്ള സ്റ്റഡി ചെയ്യുന്ന മിക്കവാറും കുട്ടികൾക്കാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുക. സോ നമ്മളുടെ മുമ്പിൽ എങ്ങനെ പഠിച്ചു എന്നതിലല്ല കാര്യമല്ലേ, അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഏറ്റവും മുഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ഈ ഒരു CBSE 10ൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സ്കോർ വാങ്ങിക്കണം എന്ന ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഓഫർ പറയാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാം നമ്മുടെ എക്സാമിനറിൻ്റെ ലക്ഷ്യ CBSE ബാച്ചിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നമ്മുടെ ബാച്ചിലേക്ക് ഇപ്പോൾ എൻ്റെ കുട്ടികൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4,999 അല്ല, നിങ്ങൾക്ക് 3,999 ആണ് നമ്മളുടെ ബാച്ച് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓഗസ്റ്റ് 5 വരെ മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് 5-നുള്ളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഫീൻ്റെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരിക്കുക. അപ്പം ഈ ഒരു സമയം നിങ്ങൾക്ക് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ വരും. നിങ്ങൾ പഠിക്കാൻ മാത്രം തയ്യാറായാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ റെഡി ആയിരിക്കും. സോ എല്ലാവരും ഈ ഒരു കാര്യം ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ബാച്ചിലേക്ക് വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അവസരം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. താങ്ക്